നമസ്കാരം സുഹൃത്തുക്കളെ, കോമ്പറ്റേറ്റീവ് എക്സാം സഹായിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് റിവിഷനാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സാം സ്ട്രെസ്സിനെ പറ്റിയാണ്. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള, ഒട്ടുമിക്ക പേരും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും ഈ എക്സാം സ്ട്രെസ് എന്ന് പറയുന്നത്. ചിലർക്കത് എക്സാം ഹാളിലിരിക്കുമ്പോൾ, എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ സ്ട്രെസ്സ് കടന്നു വരുന്നത്. ചെറിയൊരളവിൽ ഈ സ്ട്രെസ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെ. നമുക്ക് കൂടുതൽ ടൈം പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വരാനും, കൂടുതൽ സമയം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ ചിലവഴിക്കുന്നതൊക്കെ കുറച്ചുകൂടി പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ വരാനൊക്കെ ചെറിയ രീതിയിൽ സ്ട്രെസ്സ് നല്ലതാണ്. പക്ഷേ ആ ഒരു സ്ട്രെസ്സ് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളതിനെ കുറച്ചുകൂടി ക്രൂഷ്യലായി കണ്ട് ആ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മുടെ പഠനം നല്ലൊരു പ്ലാൻ വെച്ച് നമ്മൾ ചെയ്യാം. ഇപ്പം എക്സാമിന് ഇപ്പോൾ 2 മാസം ഉണ്ടെങ്കിൽ ഈ 2 മാസം ഞാൻ എന്തൊക്കെ ചെയ്യും, ഇപ്പം ഒരു ദിവസം എത്ര കവർ ചെയ്യും, അല്ലെങ്കിൽ ഒന്നുകിൽ ഡെയിലി ടാർഗറ്റ് വെക്കുക, അല്ലെങ്കിൽ വീക്ക്ലി ടാർഗറ്റ് വെക്കുക, മന്ത്ലി ടാർഗറ്റ് വെക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം വെക്കാം. അതായത് ഡെയിലി ഇത്ര പോർഷൻസ് തീർക്കണം, വീക്ക്ലി ഇന്ന ടോപ്പിക്സ് മൊത്തം തീർക്കണം, അല്ലെങ്കിൽ 2 ടോപ്പിക്സ് തീർക്കണം, മന്ത്ലി ഇത്രയും സാധനങ്ങൾ തീർക്കണം, ഇത്രയും സാധനങ്ങൾ റിവൈസ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക, എത്രത്തോളം പോർഷൻസ് തീർക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പോർഷൻസ് നോക്കണം എന്നുള്ള കാര്യം. ലാസ്റ്റ് ഒരു മന്തിൽ നമ്മൾ ലാസ്റ്റ് ഒരു വീക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളായി റിവിഷന് മാത്രം കൊടുക്കുക. ലാസ്റ്റ് ആ ഒരു ആഴ്ചയിലായിരിക്കും കൂടുതൽ ആൾക്കാർക്കും കൂടുതൽ പഠിക്കാനുള്ള ആ ഒരു വരും. അതായത് ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഇനി എനിക്ക് കുറേ നോക്കാനുണ്ട്. അങ്ങനെ ചിലപ്പോൾ ലാസ്റ്റ് ഡേ ആയിരിക്കും നമ്മളങ്ങനെ കുത്തിയിരുന്ന് പുതിയ കാര്യങ്ങളെടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത്. ചിലപ്പം ചിലവർ ഇങ്ങനെ പറയുമ്പോൾ ചിലവർ പറയാറുണ്ട്, ഞാൻ അങ്ങനെ കഴിഞ്ഞ പക്ഷേ തലേന്ന് നോക്കിയൊരു ടോപ്പിക്കിന് എനിക്കൊരു മാർക്ക് കിട്ടിയായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ലക്കിന് ചിലപ്പം 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ തലേന്നാൾ കണ്ട് അത് ഓർമ്മയിലുണ്ടാവാം. പക്ഷേ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ലൂസ് ചെയ്തിട്ടായിരിക്കും ഈ പുതിയ കാര്യങ്ങൾ എടുക്കാൻ പോകുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം മുന്നേ, എക്സാമിന് 2-3 ദിവസം മുന്നേ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാതിരിക്കുക. പഠിച്ച കാര്യങ്ങളെ വീണ്ടും റിവൈസ് ചെയ്ത് അതവിടെ ഫിക്സ് ആക്കുക. അതായത് ആ പഠിച്ച കാര്യത്തിൽ നിന്ന് ഒരു ചോദ്യം വന്ന് ഞാൻ തെറ്റിക്കില്ല എന്ന് ഉറപ്പാക്കുക. റിവിഷൻ്റെ കാര്യം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കാണുക. അടുത്തത് ഫുഡിൻ്റെ കാര്യം പറയുന്നത്, നമ്മൾ ഈ എക്സാം സ്ട്രെസ് സമയത്ത് നമുക്ക് നല്ല ഫുഡുകൾ കഴിക്കാൻ തോന്നില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ എനിക്കങ്ങനെയാണ്. ആ ഒരു സമയത്ത് നല്ല ഫുഡുകൾ കഴിക്കാൻ മനസ്സിലുണ്ടാവും, നല്ല ഫുഡുകൾ കഴിക്കണം. പക്ഷേ ആ സമയത്ത് എന്താ, നല്ല ഫുഡുകൾ കണ്ട ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അതിനോടൊന്നും പ്രത്യേക താല്പര്യം തോന്നുന്നു. ജങ്ക് ഫുഡ്സിനോട് പ്രത്യേക ഒരു അടുപ്പാണ് ആ സമയത്ത്. പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി, സ്ട്രെസ് മാനേജ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പഠിക്കുന്നത് കൊണ്ട് എത്ര സമയം ചിലവഴിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എത്ര സമയം ബുക്കിന് മുന്നിൽ ഇരുന്നു, അല്ലെങ്കിൽ എത്ര എഫിഷ്യൻ്റായിട്ട് ബുക്കിന് മുന്നിൽ നമ്മൾ ചിലവഴിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ റിവൈസ് ചെയ്തു, എത്ര റിസോഴ്സസ് നോക്കിയെന്ന് പറയുന്നതിലൊന്നുമല്ല കാര്യം. നമ്മൾ ആ ഡേ, ആ എക്സാം ഹോളിൽ നമ്മൾ ആ പേപ്പറിന് മുന്നിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സക്സസിൻ്റെ ഒരു കീ സ്റ്റോൺ എന്ന് പറയുന്നത്. എന്നിട്ട് മറ്റേതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, നമ്മുടെ സക്സസ്സിലേക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമ്മുടെ ആ ഒരു ഡേ, ആ ഡേയിൽ നമ്മളെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ട് നമുക്ക് ആ ഒരു ദിവസം നമ്മൾ സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് അന്നൊന്നും ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ന് കരുതി ഒരു ടെൻഷനും ഒരു സ്ട്രെസ്സും ഇല്ലാതെ ആ എക്സാം ഹാളിൽ കൂളായി പഠിക്കാതെ പോയിരുന്ന എല്ലാം വരും എന്നല്ല. ഇതൊക്കെ അതായത് അതിന് മുന്നേ ദിവസം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം സ്ട്രെസ്സ് കൊണ്ടത് കൊള്ളാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ട്രെസ് കൂടി മാനേജ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് സക്സസ് നമ്മുടെ കൂടെ പോരും. അത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമ്മളെവിടെ പറഞ്ഞു നിർത്തി, ഫുഡ്. അപ്പോൾ ഫുഡ് നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ആ ഒരു മാസം, ആ എക്സാമിൻ്റെ ആ ഒരു മാസമാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യുക. വെള്ളം ധാരാളം കുടിക്കുക. അതായത് നമുക്ക് ആ സമയത്ത് ഡീഹൈഡ്രേഷൻസ് വരാൻ സാധ്യതയുണ്ടാവും. വെള്ളം നന്നായി കുടിക്കുക. അതുപോലെ ഈ ചായ, കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും, ഓക്കെ നമുക്കിപ്പോൾ ഉറക്കം വന്നൊരു ചായ കുടിച്ചാൽ മാറും. അങ്ങനെ 2, 3, 4 ഒക്കെ ചായ കുടിക്കുന്നവരുണ്ടാവും ഈ എക്സാം ടൈമിൽ. ഒരു ചായ അല്ലെങ്കിൽ 2 ചായയൊക്കെ ഓക്കെ, ഇപ്പോൾ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് നമ്മൾ സാധാ കുടിക്കുന്ന പോലെ ഓക്കെ. പക്ഷേ ഇതിൻ്റെ അളവ് വളരെ കൂടുതലായ അതും നല്ലതല്ല. അതും ഡീഹൈഡ്രേഷൻസും അങ്ങനെ കഫേൻ്റെ അളവ് കൂടുതലായി വരുന്ന പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്
ചായ കുടിച്ചാൽ അല്ലെങ്കിൽ കാപ്പി കുടിച്ചാൽ നമ്മുടെ ഉറക്കം പോകും എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. ചായ കുടിച്ച് അവിടെ പോയി ഒരു 10 മിനിറ്റ് വായിക്കുമ്പോഴത്തേക്കും ആ ഉറക്കം വീണ്ടും വന്നിരിക്കും. ഡെയിലി നമ്മളെപ്പോഴും കുടിക്കുന്ന 1-2 ചായയും കാപ്പിയും ഓക്കെ. അതിൽ കൂടുതൽ നമ്മൾ എക്സാമിൻ്റെ പേരിൽ അല്ലെങ്കിൽ എക്സാം സ്ട്രെസ്സിൻ്റെ പേരിൽ കുടിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്ലീപ്പ് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അധികം ആൾക്കാരും ഉറക്കമൊഴിച്ച് പഠിക്കുന്ന ഈ എക്സാം വരുന്നതിൻ്റെ 2 ആഴ്ച 3 ആഴ്ച അല്ല ആ ഒരു മാസമാണ്. ആ സമയത്ത് നമുക്ക് നല്ല ഉറക്കം വേണ്ടത്. എക്സാമിന് തലേന്നൊന്നും ഉറക്കമൊഴിച്ച് പഠിച്ചത് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പഠിച്ചത്. പക്ഷേ ആ ഒരു പഠിത്തമല്ല നമുക്കിവിടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫീൽഡിലേക്ക് എത്തുമ്പോൾ വേണ്ടത്. തലേന്നാൾ പഠിച്ച സാധനം കൊണ്ടല്ല നമ്മൾ ആ എക്സാം ഹോളിലേക്ക് പോകേണ്ടത്. നമ്മൾ ആ ഒരു 3-4 മാസം അല്ലെങ്കിൽ ആ ഒരു വർഷം പഠിച്ച സാധനങ്ങളുമായിട്ട് നമ്മൾ ആ ഒരു ദിവസം പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ തലേന്നാളല്ല ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കേണ്ടത്. ഇപ്പം നമുക്ക് ചില സമയത്ത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഉറക്കം വരും. നമ്മൾ ചെറിയൊരു നാപ്പ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നാപ്പ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറല്ല, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയൊരു 30 മിനിറ്റ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഉറക്കം വന്ന് ഞാൻ ആ ഉറക്കം പിടിച്ചിരുത്തി പഠിക്കാൻ ശ്രമിച്ച് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു ജസ്റ്റ് ഒന്ന് ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ഒന്ന് കിടക്കാനൊക്കെ ശ്രമിക്കും. ഞാൻ ഒരു 20 മിനിറ്റ് കൂടി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അപ്പം ഞാൻ തനിയെ ഞാൻ എഴുന്നേക്കും. അലാമിൻ്റെ ആരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തനിയെ എഴുന്നേക്കും. അതെനിക്കങ്ങനെ ശീലമായി. എൻ്റെ ആ ഒരു പഠിച്ചു വന്ന റുട്ടീൻ അങ്ങനെയായിരുന്നു. എനിക്കത് ശീലമായി. ആ ഉറക്കത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് നടന്ന് മുഖമൊക്കെ കഴുകി വന്നാൽ നല്ലൊരു ഉന്മേഷം, വീണ്ടും പഠിക്കാൻ പറ്റും. അതാണ് ചെറിയ നാപ്പ് എക്സാം നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാത്രി നന്നായി ഉറങ്ങുക. 7 to 8 മണിക്കൂർ എക്സാമിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഉറങ്ങുക. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ബ്രെയിനൊക്കെ നന്നായി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ നല്ല അടുക്കും ചിട്ടയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഡീസ്ട്രെസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെറുതായിട്ട് എക്സസൈസുകൾ ചെയ്യുക. വലിയ എക്സസൈസുകൾ അല്ല ജിമ്മിൽ പോയി വലിയ 2 മണിക്കൂർ 1.5 മണിക്കൂർ ചിലവാക്കണം എന്നല്ല. ചെറിയ ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ ജസ്റ്റ് ഇപ്പോൾ ഒന്നും നമുക്ക് നിവർത്തില്ല, ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് എങ്കിലും മതി. ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്താലെങ്കിലും മതി. ചെറിയ എക്സസൈസുകൾ. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു മെഡിറ്റേഷൻ. അതും ഞാൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7-8 മിനിറ്റ് ജസ്റ്റ് ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക. അതുപോലെ കുറച്ച് സമയം ഇങ്ങനെ ഒരു സൈലൻസിൽ കണ്ണടച്ചിരിക്കുക. അതൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴികളെന്ന് പറഞ്ഞാൽ. അതുപോലെ നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ ഒന്ന് പ്രകൃതിയിലേക്കൊന്ന് നടന്നിട്ട് വരാം. അതൊന്ന് മൈൻഡ് റീഫ്രഷ് ചെയ്യും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും. ആ ഹോബീസ് ചെയ്യുക. അതൊക്കെ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ആ സമയത്തൊന്നും ചിന്തിക്കണം, അയ്യോ ഞാനിപ്പം എനിക്ക് ഹോബിയാണ് ചിത്രം വരക്കുന്നത്. പക്ഷെ ഞാൻ ചിത്രം വരക്കാൻ പോയാൽ എൻ്റെ ആ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പോകും. എനിക്ക് ആ സമയം കുറച്ചുകൂടി പഠിക്കാമായിരുന്നു. നമ്മളെ എഫക്റ്റീവ് അല്ലാതെ ആ ബുക്കിന് മുന്നിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ സ്ട്രെസ്സ് കൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും എഫക്റ്റീവ് ആവില്ല അവിടെ. അപ്പം നമ്മൾ ആ സ്ട്രെസ്സ് കളയാനുള്ള വഴികൾ നോക്കി നമ്മൾ പഠിക്കാനിരിക്കുക. സ്ട്രെസ്സ് കളഞ്ഞിട്ട് പഠിക്കാനിരിക്കുക. നമ്മൾ ഗ്രൂപ്പായി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ആ സമയങ്ങളിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസൊക്കെ വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും ഒരു കൂട്ടായി പഠിക്കുമ്പം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതിനേക്കാളും എൻ്റെ ഓർമ്മയിലേക്ക് ആ എക്സാം ഹോളിൽ വരുന്നത് മറ്റൊരാളെ എൻ്റെ ഫ്രണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തമാശ രീതിയിലോ എന്തെങ്കിലും കളിയാക്കിക്കൊണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എൻ്റെ തലയിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന സാധനം. പക്ഷെ എന്ന് കരുതി ഗ്രൂപ്പ് ഡിസ്കഷൻ സമയത്ത് അവനെല്ലാം അറിയാം അല്ലെങ്കിൽ അവൾക്കെല്ലാം അറിയാം എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ വരുന്നവരാണെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം നമുക്ക് കുറച്ചുകൂടി ഒരു എൻജോയ്മെൻറ്റ് ലഭിക്കാനും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തലയിൽ കയറാനൊക്കെ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഹെൽപ്പ് ചെയ്യും. ഡീസ്ട്രെസ് ചെയ്യാനുള്ള വേറൊരു വഴിയാണ് നമുക്ക് ഫാമിലിയുടെ കൂടെയൊക്കെ കുറച്ച് സമയം ചിലവഴിക്കുക. കുറച്ച് സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. കുറച്ച് സമയം ഫണ്ണായിട്ടിരിക്കുക. നമ്മൾ ഫുൾ ടൈം ആ ബുക്കിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് സ്ട്രെസ്സ് വീണ്ടും തലയിലേക്ക് സ്ട്രെസ്സ് കയറ്റുന്നതിനേക്കാളും കുറച്ച് സമയം നമ്മൾ പുറത്തൊക്കെ ഒന്ന് നടക്കുക. പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ ഒക്കെ അടുത്ത് പോയിരിക്കുക. അതുപോലെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുക. ഇതൊക്കെ ഡീസ്ട്രെസ് ചെയ്യാനുള്ള കുറച്ച് വഴികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാം സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയക്കുക. ഇനി അടുത്ത വീഡിയോയിൽ ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ടോപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ വേണ്ടതെന്നുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.